ഹലോ ഡിയേഴ്സ്. ഇന്ന് നല്ല തേങ്ങാച്ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടി സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞുള്ളി ചിക്കൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇത് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. പിന്നെ പൊരിച്ചും കരിച്ചൊന്നും സമയം കളയേണ്ടതാനും. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിമസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസ് എന്നിവ ചേർത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഒരു ചട്ടി ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുറച്ചധികം ചെറിയുള്ളി എന്നിവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ തക്കാളി എന്നിവ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വാടി വന്ന ശേഷം പൊടികളൊക്കെ ചേർത്തിട്ട് പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കാട്ടോ. എന്നിട്ട് കറിവേപ്പില, മല്ലിച്ചീര, പുതിന എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ശേഷം മസാല ചേർത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു തരി പോലും വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും. ചിക്കൻ വെന്ത ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. സവാളയൊന്നും ചേർക്കാതെ ചെറിയുള്ളി മാത്രം ചേർത്ത് വെക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ട്ടാ.